ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടക്കും. ആലപ്പുഴ മെഡിക്കൽ വിദ്യാർത്ഥികളായ ആയുഷ് ഷാജി, ദേവനന്ദൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. പിതാവിന്റെ കുടുംബ വീടായ കോട്ടയം മറ്റക്കരയിലെ വീട്ടുവളപ്പിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ദേവനന്ദന്റെ സംസ്കാരം നടക്കുക. മന്ത്രി വി.എൻ. വാസവൻ അനുശോചനം രേഖപ്പെടുത്താൻ എത്തും. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാവാലത്താണ്. കാവാലത്തുള്ള ആയിഷ് എന്ന കുട്ടിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ ഷാജിയും ഭാര്യയും മകളും ഇൻഡോറിലായിരുന്നു. അവർ ഈ സംഭവം അറിഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടി ആയിഷിൻ്റെ മൃതദേഹം ഈ വീട്ടുവളപ്പിലെത്തിച്ചു. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് 10 മണിയോടുകൂടി നടക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇവർ മാനസികമായിട്ട് ഇപ്പോഴും അവർ പൂർണ്ണമായിട്ടും ഇത് ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പോലും അങ്ങോട്ട് കടന്ന് ചെല്ലുന്നില്ല. കാര്യം അത്രത്തോളം ഒരു മാനസിക അവസ്ഥയിലാണ് അവരിപ്പോൾ എത്തിയതിന് ശേഷം ഇതുവരെ മകൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുള്ള ഒരു കരച്ചിലാണ്. കുടുംബം ഒന്നാകെ കരച്ചിലാണ്. അവിടെ വന്നിരിക്കുന്ന ബന്ധുക്കളും ഒക്കെ തന്നെ അവർ വളരെയധികം താലോലിച്ച് വളർത്തിയ ഏക മകനാണ് ഇപ്പോൾ ജീവനില്ലാതെ എത്തിയിരിക്കുന്നത്. പഠിത്തം ഒക്കെ തന്നെ ഇവൻ്റെ ഇൻഡോറിലായിരുന്നു. പക്ഷേ അതിനുശേഷം മെഡിസിന് പഠിക്കണം, കേരളത്തിൽ പഠിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പഠിക്കാനായിട്ട് എത്തുന്നതും കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ മരണപ്പെടുന്നതും. മകൻ മരണപ്പെട്ടിട്ടില്ല, പരിക്കുകളോടെ ആശുപത്രിയിലാണ് എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ നാട്ടിലെത്തിയ ശേഷമാണ് മരണവിവരം അറിയുന്നത്. എന്തായാലും 10 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ഇവിടെയും നടക്കുക. ഇന്നലെ വൈകിട്ടാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. അച്ഛനും അമ്മയും ഒക്കെ തന്നെ രാത്രിയോടുകൂടിയാണ് ഇൻഡോറിൽ നിന്നും ആലപ്പുഴയിലെത്തിയത്. കാവാലം എന്ന് പറയുന്ന കുട്ടനാട്ടിലെ ഒരു ഉൾപ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. അച്ഛൻ്റെ ജോലി ഇൻഡോറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ പഠിത്തവും ഒക്കെ തന്നെ ഇൻഡോറിലായിരുന്നു. ഈ മരണവിവരം അറിഞ്ഞാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മാതാപിതാക്കളും സഹോദരിയും വീട്ടിലെത്തിയിരിക്കുന്നത്. തീർച്ചയായും ആയുഷ് ഷാജിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് എത്തിയത്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാൻ കൂടി സാധിക്കാത്തൊരു അവസരമാണ്. അത്രയേറെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. 5 വിദ്യാർത്ഥികളുടെ ജീവനാണ് നഷ്ടമായത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.